ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ടടി അജു വർഗീസിൻ്റെയും നമ്മുടെ ഹൈദർ അലിയിൽ മമ്മൂട്ടി വിഷയത്തിൽ വാക്ക് തർക്കവുമായി അജു വർഗീസും ഹൈദർ അലിയും 1-2 ടോക്സ് എന്ന് പറഞ്ഞ ചാനലിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. 50 മിനിറ്റുള്ള ഇൻ്റർവ്യൂ ആണ്. സോ ഹൈദർബാദിൻ്റെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്കുള്ള ബിൽഡപ്പ് ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം മുതലുണ്ടോ അതോ ഇടയ്ക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്ത ആ ഒരു സാധനമാണോ എന്നുള്ളത് അറിയാനാണ് ഞാൻ കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടത്. കാരണം ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഇൻ്റർവ്യൂവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് ടിൽ ദിസ് ക്വസ്റ്റ്യൻ അങ്ങനെ വലിയ എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് മൂഡിലേക്കോ ഈ ഇൻ്റർവ്യൂ പോയിട്ടില്ല. അജു വർഗീസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിലും അതില്ല. അജു വർഗീസ് എങ്ങനെയാണ് ഒരു കൂൾ കാം കമ്പോസ്ഡ് ലൈക്ക് അങ്ങനെ ഒരു സാധനം അയാൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം പറയുന്നു. ആ ഒരു ഫൺ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇൻ്റർവ്യൂ തുടക്കം മുതൽ പോയത്. ബട്ട് ആഫ്റ്റർ ദിസ് ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മാറുകയാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നും എന്താണ് അജു വർഗീസിന് ഉത്തരം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മമ്മൂക്കാനെ ഈയിടയ്ക്കൊന്ന് കളിയാക്കിയോ? കളിയാക്കിയതില്ല, എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി. അജുവൊക്കെ അത്രയ്ക്കും വന്നില്ലല്ലോ എനിക്ക് തോന്നി അജുവൊക്കെ ഇത്രയും വളർന്നു മമ്മൂക്കാനെ കളിയാക്കാൻ. മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും. മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട്ട് സീനൊക്കെ കാണിക്കും. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നിയത്. അതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷെ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ല, നിങ്ങൾ ചോദിച്ചു. അജു വർഗീസ് എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇങ്ങനെ ഇൻ്റർവ്യൂ പോയിരിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഒരു എക്സ്ട്രാ എലമെൻറ്റ്, ഒരു എക്സ്ട്രാ സാധനം ഇട്ടെറിഞ്ഞ് പിടിക്കാൻ നോക്കാറുണ്ട് എന്നുള്ളത് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അതിലൂടെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ക്ലിക്ക് ബൈറ്റ്, ഒരു സാധനം, ഒരു എക്സ്ട്രാ എലമെൻറ്റ് കയറി വരുന്നത്. ചാനലാണ്, ആ ചാനലിന് വ്യൂ വേണം, ഇൻ്റർവ്യൂസ് 10 ആൾ കാണണം, അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കുക എന്നുള്ള സംഗതി അതങ്ങേര് ഇത് ഈ ഒരു സാധനത്തിലാണ് എറിഞ്ഞത്. അതായത് ആ പെർട്ടിക്കുലർ റീൽ വീഡിയോൻ്റെ പേര് പറഞ്ഞിട്ടാണ് അങ്ങനെ സാധനം ഇട്ട് കൊടുത്തത്. ആൻഡ് ദാറ്റ് റീൽ വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, അത് ഐശ്വര്യ റായും മമ്മൂക്കയും കൂടിയുള്ള ആ ഒരു പെർട്ടിക്കുലർ സീന് അജു വർഗീസ് ഫോൺ നോക്കിയിട്ട് തന്നെ അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇതിലെവിടെയും എനിക്ക് പേഴ്സണലി ഇതൊരു അജു വർഗീസ് കളിയാക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കാനെ കളിയാക്കുന്ന രീതിയിൽ വാണ്ടഡ്ലി ഒരു സാധനം ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. അങ്ങനെ ട്രൈ ചെയ്യാണ്. അതായത് ഇങ്ങനെ ആ ഒരു സാധനം കോപ്പി പേസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഈച്ച കോപ്പി അടിക്കാൻ ട്രൈ ചെയ്യുന്നു ആണല്ലോ എന്നുള്ളൊരു ഫീല് വന്ന് അജു വർഗീസിന്. അതായത് ഞങ്ങളവിടെ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഭഗത്തിൻ്റെ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എത്രയോ വർഷങ്ങളായിട്ട്. കാര്യം ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് അത്, ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അത്. അപ്പം ആ സംഭവം ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തർക്കം വന്നു, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്രമിക്കുമല്ലോ. ആ ശ്രമമായിരുന്നു അത്, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും പോയതില്ല. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചുമ്മാ ശ്രമിക്കുമ്പോൾ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ പറ്റുന്നത്. പക്ഷെ അതിൻ്റെ എൻ്റെ ദുരന്തമായിരുന്നു. തോറ്റുപോയി. ഞാനത് തോറ്റാൽ എനിക്ക് കുഴപ്പമില്ല, തോൽക്കുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ചന്തു എടുത്ത് ഇടുന്ന് ഞാൻ വിചാരിച്ചില്ല. ചന്തു അത് ഈ 14 വർഷത്തിൻ്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദ ബിൽഡപ്പ് പറഞ്ഞ്, അതായത് ഇഷ്ടപ്പെട്ട രംഗമാണ്, ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ പാളിപ്പോയി. പിന്നെ ചെയ്തിട്ടപ്പോൾ ഇങ്ങനെ അത് കൊളാബ് അടിച്ചിട്ടാണ് അജു വർഗീസ് വിട്ടിട്ടുള്ളത്. സോ അവരാരും ഇതൊരു മറ്റേ കളിയാക്കൽ, മമ്മൂട്ടിയെ കളിയാക്കി എന്നുള്ള സെൻസിലേക്ക് ആരും ഇത് എടുത്തിട്ടില്ല. ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ആരാണെങ്കിലും ഒരാളെ കളിയാക്കാൻ തോന്നിയ അയാൾ കളിയാക്കും. ആ കളിയാക്കിയതിന് വേറൊരാൾക്ക് ചോദ്യവും ചെയ്യാം. പക്ഷേ ഇത് ആർക്കും ഫീൽ ചെയ്യാത്തൊരു ഫീലിംഗ് ആണ് ഹൈദർ അലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതിൽ തോന്നിയത്. അത് ചോദിക്കുമ്പോൾ അതും അജു വർഗീസിന് ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അതുവരെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ മാറിയിട്ട് ഇത് മമ്മൂക്കാനൊരു കളിയാക്കലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അജു വർഗീസ് സത്യം പറഞ്ഞാൽ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു അൺവാണ്ടഡ് ആയിരുന്നു. കാരണം ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ, മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ആക്ടർ, ആ ആക്ടറിനെ ഇഷ്ടപ്പെട്ട് ഇയാളിത് ചെയ്യുന്നു, ചെയ്ത് കാണുമ്പോൾ കളിയാക്കലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എന്തുത്തരം പറയും? മനസ്സിലായ? ഇങ്ങനെ അയാൾ ഇഷ്ടപ്പെട്ട് ചെയ്തു, ആ ചെയ്തത് കളിയാക്കലാണോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്ത് വന്നപ്പോൾ അത് മമ്മൂട്ടിയെ പോലെ ആയില്ല. അല്ലെങ്കിൽ അജു വർഗീസിനെ പോലല്ലേ ചെയ്യാൻ പറ്റൂ, അതിൽ കൂടുതലാക്കി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ മമ്മൂട്ടി ആവാൻ പറ്റില്ല. അപ്പോൾ അത് കളിയാക്കലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്ത് ഈ ഒരു സാധനം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒരാൾ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാക്കും.
ആൻഡ് അതുകൊണ്ട് തന്നെ അയാൾ ചിലപ്പോൾ അഗ്രസീവ് ആവും, അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് മാറും. അതിന് അയാളെ തെറ്റു. ഇതിലിപ്പോൾ അജു വർഗീസിൻ്റെ ബോഡി ലാംഗ്വേജ് മാറി, ടോണ് മാറി. എനിക്ക് അജു വർഗീസിനെ ഒന്നും തെറ്റു പറയാൻ പറ്റില്ല. കാരണം അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതും ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കും, പക്ഷേ ഇത് ചോദിച്ചല്ലോ, അതും വേറെ ആരും ചോദിക്കാത്തൊരു സംഗതി. വേറെ ആരും ചോദിക്കാത്തോ അല്ലെങ്കിൽ വേറെ ആരും കാണാത്തതോ എടുത്തിടുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, അങ്ങേരുടെ ഹൈദരലി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഞാൻ ഓക്കെ എല്ലാത്തിനും ഡിഫറെൻ്റ് ആണ്, ഞാനിത് ചോദിക്കും എന്നുള്ള രീതിക്കാവും അങ്ങേരത് പ്ലേസ് ചെയ്യുക. പക്ഷെ എപ്പോഴും നമ്മളായിട്ടൊരു ഹെൽത്തി സാധനം കീപ്പ് ചെയ്യുന്ന, ഈവൻ ഇൻ്റർവ്യൂസിലാണെന്നുണ്ടെങ്കിൽ നമ്മളോട് വളരെ ഹെൽത്തി ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് പെട്ടെന്ന് ഇങ്ങനെ ചോദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കത് പറ്റൂല. അത് എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യാതെ, ലൈക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ആ സാധനം വരുമ്പോൾ, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തതിന്ന് വേറൊരു സാധനം വരുമ്പോഴത്തേക്കുള്ള ഒരു ഡിസ്കംഫേർട്ട് കൃത്യമായിട്ട് അജു വർഗീസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ അജു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാതെ. അജുവിന് മാത്രം പറയാമെങ്കിൽ എനിക്ക് ഞാൻ മമ്മൂക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ കളിയാക്കിയല്ലോ എനിക്ക് തോന്നുന്നു. എനിക്ക് ചോദിക്കാതെ ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചു. അജുന് അതിനകത്ത് ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല, ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുമന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. അങ്ങനെയല്ല അജു. അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല. എനിക്ക് തോന്നിയില്ല എന്താ തെറ്റൊന്നും ചോദ്യം അജുന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല, പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. ഇത് പല ചർച്ചകളും നമ്മൾ ഇതേപോലത്തെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയതൊക്കെയാണ്. പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിന് ആവശ്യമില്ലല്ലോ. അത് നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഭൂരിപക്ഷം പേർക്ക് തോന്നിയെങ്കിൽ ഞാൻ അതിനോടൊപ്പം എടുത്തോളാം. വേറെ ചോദ്യങ്ങളിലോട്ട് വരുമ്പോൾ അതല്ല, ഒരു കാര്യം പറയുമ്പോൾ അത് അജു പറഞ്ഞാൽ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. അല്ലല്ല, കാര്യം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ സംഭവം ചെയ്തതിൻ്റെ എഫക്റ്റ് ഓക്കെ, അത് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഭയന്നിരുന്നു. ഇവൻ ഇത് ഇട്ടു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞപ്പം, കാര്യം വളരെ പേഴ്സണലായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒഫെൻസീവായിട്ട് തോന്നുമോ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഞങ്ങളത് എൻജോയ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ശരി, പിന്നെ ഇട്ടോ, ഇതിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ, ടിക്ടോക്ക് ഉള്ളത് ചെയ്യുന്നത് അതുപോലെ ഉള്ളൂ. പക്ഷേ അതിനെ വേറൊരു ആംഗിളിൽ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പം അത് താങ്കൾക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ ആദ്യം തോന്നി എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നിയത് അതിപ്പം എന്ത് ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പം നമ്മളുടെ ചിന്ത ഒരേപോലെ ആണെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയും ചിന്തിക്കാൻ പറ്റില്ല. അജുന് തോന്നിയെന്ന് എന്തായാലും പറഞ്ഞല്ലോ, എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ഇട്ട് തന്നെ പ്രശ്നം ഉണ്ടാവുന്നു. പ്രശ്നം എന്നല്ല അത് ഇൻസൾട്ട് ചെയ്യുവോ എന്നുള്ളത് എനിക്കങ്ങനെ തോന്നി. ഞാൻ ഓപ്പണായിട്ട് ചോദിക്കും. നിങ്ങൾ ഓപ്പണായിട്ട് ചോദിച്ചു. അതിപ്പോൾ ഏതായാലും ആ ചോദ്യത്തിൻ്റെ രീതി, ആ ധ്വനിയോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ടായിരുന്നു. അല്ല അജു വർഗീസ് പറഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ മേ ബി ആ വ്യക്തി, അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ്റെ ഒരു സീനാണ് റീക്രിയേറ്റ് ചെയ്ത് അഭിനയിക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇനി എന്തെങ്കിലും തോന്നിയാലോ എന്നുള്ളൂ. ബാക്കി ആർക്കും എന്ത് തോന്നിയാലും അജു വർഗീസിന് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. ബാക്കി ആർക്കും തോന്നിയിട്ടുമില്ല. ഇങ്ങേർക്കാണ് ഇത് തോന്നിയത്. ഓക്കെ, അതായത് ഇത് മമ്മൂട്ടീനെ കളിയാക്കി. ഇപ്പം മമ്മൂട്ടീനെ കളിയാക്കൽ എന്നുണ്ടെങ്കിൽ തന്നെ മമ്മൂട്ടി കളിയാക്കാൻ പാടില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ മമ്മൂട്ടീനെയും മോഹൻലാലിനെയും കളിയാക്കുന്ന എത്രയോ പേരില്ലേ? കുറേ മോഹൻലാൽ ഫാൻസുണ്ട് മമ്മൂട്ടീനെ കളിയാക്കുന്നത്, മമ്മൂട്ടി ഫാൻസുണ്ട് മോഹൻലാലിനെ കളിയാക്കുന്നവരുണ്ട്. സോ ഈ കളിയാക്കലുകളൊന്നും അങ്ങനെ ഒരു വ്യക്തിയെ ഒട്ടും ആരും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ കളിയാക്കിയതും അല്ല. ഓക്കെ, അങ്ങേർക്ക് തോന്നി, ഹൈദരലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കളിയാക്കലാണോ എന്ന് തോന്നി. സ്ട്രെയിറ്റ് അവേ നേരെ, അതായത് വളരെ ഈസി ആയിട്ട് വളരെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോയിരുന്ന ഇൻ്റർവ്യൂവിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട് കൂടിയിട്ട് അപ്പുറത്തുള്ള ആളെന്തായി, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ മാറി. മുഖത്ത് പോലും നോക്കുന്നില്ല, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കി മാറി മുഖം മാറ്റി വെച്ചിട്ടാണ് പല സാഹചര്യത്തിലും അജു വർഗീസ് അവിടെ സംസാരിച്ച് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ പറയുക, അജു വർഗീസിൻ്റെ മൈൻഡിൽ വേറൊരു കാര്യം ഓടിക്കാണും. ഈ ഇൻ്റർവ്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും ഇനിയിപ്പോൾ ഇതെങ്ങാനും അതെ ഇത് മമ്മൂട്ടിയെ കളിയാക്കലാണ് എന്ന് പറഞ്ഞിട്ട്, കാരണം ഇതുവരെയായിട്ട് ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇനി ഇത് ഇറങ്ങിയതിന് ശേഷം ഇനി ആരെങ്കിലും ഇതിന് അങ്ങനെ ഒരു ലെവൽ ഓഫ് മീനിങ്ങോ അല്ലെങ്കിൽ സാധനങ്ങളോ കൊണ്ടുവരുമോ എന്നുള്ളതും ചിലപ്പോൾ അങ്ങേരുടെ മൈൻഡിൽ തോന്നിക്കാണും. മനസ്സിലായോ? കാരണം ഇതുവരെ ആരും പറയാത്തൊരു സംഗതിയോ അല്ലെങ്കിൽ ആർക്കും തോന്നാത്തൊരു കാര്യമോ, അപ്പോൾ തോന്നാൻ പാടില്ല എന്നില്ല, തോന്നാം. പക്ഷെ അത് ചോദിക്കേണ്ട ഒരു സ്ഥലവും സന്ദർഭവും കൂടി നോക്കേണ്ടിയിരുന്നു. നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ടിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അജുവിനെ പറഞ്ഞ പോലെ പല വേദികളിലും ഇവർ ഹെൽത്തി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ചോദിക്കാത്തൊരു ടോണിൽ ഒരു സാധനം എടുത്തിടുമ്പോൾ
അത് ഡിസ്കംഫർട്ട് ആക്കും ഒരാളെ. ഈ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുന്ന സമയത്ത് ആങ്കേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന വ്യക്തിയെ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണം. ക്വസ്റ്റ്യൻസിലൂടെ ആണെങ്കിലും നിങ്ങളെ ബിഹേവിയറിലൂടെ ആണെങ്കിലും. ഇല്ലെങ്കിൽ നാളെ അവർ വരില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പോയി. ആ ഒരു ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥയായിരിക്കും. കാര്യം അതെന്തോ ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ. ഞാൻ കണ്ടുപിടിച്ചിട്ടല്ല വന്നത്. അങ്ങനെ തന്നെ അജു തന്നെ ആ ഒരു കളിയാക്കുന്ന രീതിയിൽ എനിക്കെന്താ കളിയാക്കൂടാതെ എൻ്റെ സ്വാതന്ത്ര്യമല്ലേ. അപ്പൊ എന്റെ ചോദ്യം എന്റെ സ്വാതന്ത്ര്യം ഞാൻ സമ്മതിച്ചിരുന്നല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം മനസ്സിലായല്ലോ, അതനുസരിച്ച് ഞാൻ ചോദിച്ചോളാം. അല്ല, ഉത്തരം പറഞ്ഞോളാം. എന്തേ? അല്ല പെട്ടെന്ന് മാറുന്നു കേട്ടോ. അല്ലല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം ചേട്ടനപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉത്തരങ്ങൾ വേണം എന്നുള്ള ചേട്ടൻ്റെ ഒരു ആശയത്തിൽ നിന്ന് അല്ല, അങ്ങനെ ചിന്താഗതിയൊന്നും എനിക്കില്ല. അങ്ങനെ ചിന്താഗതിയൊന്നുമില്ല. അല്ല, അജു പെട്ടെന്ന് അജുവിന്റെ സംസാര രീതി തന്നെ മാറി പെട്ടെന്ന്. എനിക്ക് മാറാൻ തോന്നി, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അർത്ഥം. സിമ്പിളാണ്. നിങ്ങളെന്ന് ഞാൻ തിരുത്തുന്നു, താങ്കളിൽ നിന്ന് പോരെ. അത്രയ്ക്ക് അകൽച്ചയായോ പെട്ടെന്ന്? അതല്ല, നിങ്ങളെന്നും താരെന്നൊക്കെ വിളിക്കാൻ ഡൈ അടിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാലോ യഥാർത്ഥ പ്രായം. അപ്പം ഞാനത് ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ പറയുക ബഹുമാനിക്കാതിരുന്നു എന്ന്, പ്രായത്തെ, എക്സ്പീരിയൻസിനെ. അത് ഞാൻ നാച്ചുറലി ചെയ്യാവുന്ന ആളല്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ ബഹുമാനം കൊടുക്കുന്ന ആളാണ്. ഇതൊക്കെയാണ് അജുവിന് ചിലപ്പോൾ അഹങ്കാരം എന്ന് ആളുകൾ പറയുന്നത്. അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? എൻ്റെ കൂടെ ഇടപെട്ടൊരു വ്യക്തിക്കോ എൻ്റെ കൂടെ സംസാരിച്ചൊരു വ്യക്തിക്കോ അല്ലാതെ എന്നെ ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. പറ്റൂ? പറ്റില്ലായിരിക്കും. അതെൻ്റെ വിധി. അല്ല, ഈ ചോദ്യം നിങ്ങളുടെ ഈ ഒരു അതിലോട്ടുള്ള ഡൈവേർഷൻ എൻ്റെ വിധി. അത് നിങ്ങളോട് തന്നെ അത് വന്നിരുന്ന് നമ്മൾ വളരെ രസകരമായി തുടങ്ങിയിട്ട് അതിലോട്ട് എന്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ പിൻവലിക്കുന്നില്ല. ചോദ്യം ഞാൻ ഇതുപോലെ കാണിക്കുകയും ചെയ്യും. അല്ല, എന്ത് വന്നാലും വേണ്ടില്ല. അപ്പൊ അതിനകത്ത് പറ്റേ അജു പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് പ്രേക്ഷകർ വിധി എഴുതട്ടെ. പ്രേക്ഷകർ വിധി എഴുതുന്നതല്ല, എനിക്കിപ്പോ ഒരു വിധി എഴുത്ത് ഞാൻ മനസ്സിൽ നടത്തിയിട്ടുണ്ട് എന്നെ കുറിച്ച്. ഭയങ്കര ഒഫൻഡഡ് ആയി. കാരണം അത് ആവൂടെ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്തൊരു കാര്യത്തെ അവര് നമ്മൾ എന്നല്ല വേറെ ആരും വിചാരിക്കാത്ത രീതിയിൽ ഒരു സാധനം എടുത്തിട്ട് അത് പബ്ലിക്കാക്കി അല്ലെങ്കിൽ പബ്ലിക്കിൽ പറയുമ്പോൾ ഓബിയസ്ലി നമുക്ക് തോന്നും, ചേട്ടാ ഇത് ഇവനാണല്ലോ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇയാളാണല്ലോ ഇത് പറഞ്ഞത്. വേറെ ആര് പറഞ്ഞെങ്കിൽ നമുക്ക് ഓക്കെയാണ്, വിഷയമല്ല. പക്ഷെ ഈ വ്യക്തി ഇപ്പം അജു വർഗീസിന് തോന്നിയത് അതാണ്. കാരണം എന്നെ നന്നായിട്ട് അറിയുന്ന, എൻ്റെ ഇൻ്റർവ്യൂസ് എടുക്കുന്ന, പല സ്ഥലങ്ങളിലും പോയി കണ്ട് സംസാരിച്ച് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി. അതാണ് ആ മറ്റേ ഇതുവരെ മാറ്റിയത്. നിങ്ങൾ ആ സാധനം വരെ എടുത്ത് മാറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും കൊള്ളിച്ചതാണ്. ഹൈദർ അലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്നാ പിടിച്ചോ ഒരു കൊള്ളല്, എന്തായാലും ഇങ്ങോട്ട് തന്നല്ലോ, എന്നാ പിടിച്ചോ അങ്ങോട്ട്. അതിപ്പോൾ ഒരു അഹങ്കാരത്തിൻ്റെ മീറ്റർ വെച്ച് അളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് അഹങ്കാരമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ തന്നെ നോർമൽ ഹ്യൂമൻ ബീങ്സ് ഒക്കെ അങ്ങനെ തന്നെയാവും. ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ചല്ല അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഒരു പരിധി വരെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഓക്കെ എന്ന് പറയും. പക്ഷേ എന്തെങ്കിലും ഒരു സാധനം പരിധി വിട്ട് അല്ലെങ്കിൽ ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനം നമുക്കറിയുന്ന ഒരാളിൽ നിന്ന് നമുക്ക് ഡെലിവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊട്ടും. അജു വർഗീസിന് അത്രേ സംഭവിച്ചുള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ പറഞ്ഞ മാതിരി ഇത് ഞാൻ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ ഇത് ഞാൻ തംബ്നെയിലിടും, ഇത് ഞാൻ എന്താണെങ്കിലും കട്ട് ചെയ്യാതെ വെക്കും എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് ഷോസ് ലൈക്ക് എവറി ചാനൽ, എവറി എന്താ പറയുക ഇൻഡിവിജ്വൽ ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ ഹൈദർബായിനെ പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ സോഷ്യൽ മീഡിയയിൽ നിന്ന് അരി മേടിക്കുന്നവർക്ക് ദിസ് ഈസ് എ കോണ്ടന്റ്. മനസ്സിലായോ? ആ കോണ്ടന്റ് ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ആ കോണ്ടന്റ് അത് അവർ പിടിച്ചു, ആ കോണ്ടന്റ് എടുത്തു, ഇനി ആ കോണ്ടന്റ് വിൽക്കുക, അത് ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളത് അയാളും പറഞ്ഞു. സിനിമയുടെ പേര് ആമോസ് അലക്സാണ്ടർ. എന്തോ ഒരു സന്തോഷക്കുറവ്. അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. മുഖത്ത് നന്നായി ഉണ്ട്, മുഖത്ത് നന്നായിട്ടുണ്ട് വിഷമം. അല്ല, അത് നമുക്ക് നോക്കാം. അല്ല, റിലീസ് ആയി കഴിഞ്ഞിട്ട് നിന്റെ മുഖത്തെ വിഷമം ഞാൻ കാണിച്ചു തരാന്ന് ഇപ്പൊ അത് തന്നെ ഞാൻ ചിന്തിച്ചു. ഇതിലെ തൊഴിലക്കാരാണ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും. ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഇനി ഒരു കാര്യം ചോദിക്കണ്ട. എന്താണ്? താരസംഘടന അമ്മയുടെ താരസംഘടന അമ്മയുടെ ഞാൻ ടാർസന്റെ അമ്മയുടെ ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. താരസംഘടന അമ്മയുടെ നിങ്ങളുടെ ചോദ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ. ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു അല്ലേ താങ്കൾ? ഇരുന്നൊരു കാലം താങ്കളുടെ ചോദ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ. ഐ എം സോറി, ഞാൻ തന്നെ എന്റെ സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ട് ചെയ്തു. എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന കാലഘട്ടം ഉണ്ടാകും. ഇപ്പം താരസംഘടന അമ്മ സംഘടന മൊത്തം പിരിച്ചുവിട്ട് അടവ് കമ്മിറ്റി പോന്നു. ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോൾ
ഹേമ കമ്മിറ്റി വിഷയം വന്നിട്ട് താരസംഘടനയ്ക്ക് വലിയൊരു എന്താണ് മൊത്തത്തിലൊരു ഇടിവ് സംഭവിച്ചു. വീണ്ടും ആർജവത്തോടുകൂടി ശക്തിയോടുകൂടി അമ്മ സംഘടന തിരിച്ചു വരുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വന്നു. യൂട്യൂബ് ചാനലൊക്കെ സജീവമാക്കിയ പ്രവർത്തികളും. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ? എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ അസോസിയേഷൻ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ മമ്മൂക്കായുടെ വീഡിയോ ചെയ്തതിൽ ഞാൻ അജുവിന് എതിരാണ്. മമ്മൂക്കായെ കളിയാക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിൽ നിന്നും 1 ഇഞ്ച് പിന്നോട്ട് പോകാതെ തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ പോയി കേസ് കൊടുക്കുക. മമ്മൂക്കടുത്തും പറ. ഞാൻ പറയും, ഇത് വിളിച്ച് പറ. ഞാൻ പറയും ഇങ്ങനെ തോന്നി. ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കൊടുക്കും. അതല്ല, നിങ്ങൾ എന്താ അയച്ചു കൊടുക്കുക, എന്നിട്ട് പറ ഇത് ഇവൻ ഇങ്ങനെ കളിയാക്കാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ പറയും, പോയി കേസ് കൊടുക്കും. അത് ഞാൻ പറയുമോ? ഇപ്പൊ എനിക്ക് അത്ര ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. പശുവട്ടി ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു മനുഷ്യ. അപ്പൊ അത്രേ ഉള്ളൂ. സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഇൻ്റർവ്യൂയുടെ പോർഷൻസ്. ടിക് ഫോർ ടാക്ക് എന്ന് പറഞ്ഞ രീതിയിൽ ആ സാധനം അങ്ങനെ പോയി. അത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് പേഴ്സണലി അത് ഫീൽ ആയതുമില്ല കേട്ടോ. ഇവർ രണ്ടുപേരും സംസാരിച്ച് ലൈക്ക് ഭയങ്കര എന്താ പറയുക. ഓക്കെ, ഒരു ഈ ഉള്ള കുറേ ഇൻ്റർവ്യൂവിൻ്റെ സാധനങ്ങളിൽ ഇപ്പോൾ ആരൊക്കെ ഹൈദർ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറ്റം പറഞ്ഞാലും ചില ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ മെജോറിറ്റി ഇൻ്റർവ്യൂസിനും ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. സിനിമാക്കാരുടെ ഇടയിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനും അല്ലാത്ത കാര്യങ്ങൾക്കും ഈ വ്യക്തി കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂവിന്. ഇത് ആ പാറ്റേണിൽ നിന്ന് തന്നെ മാറി. അതായത് ഇതൊരു എന്താ പറയുക, ഒരു വെരി അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ടുവേർഡ്സ് അജു വർഗീസ്. അതൊരു മമ്മൂട്ടി എന്ന് പറഞ്ഞ പേരിൻ്റെ എലമെൻറ്റും കൂടി വരുമ്പോൾ അത് അങ്ങേക്ക് ഇത് പറഞ്ഞ രീതിയിൽ ആളുകൾക്ക് ഓക്കെ, അതായത് ആളുകൾക്ക് ആർക്കും അതിൽ ഇപ്പോൾ ഈ അജു വർഗീസ് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ നടനെ കളിയാക്കിയ ഒരു ഫീലിംഗ് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ കമൻറ്റ് ബോക്സ് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോൻ്റെ. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ചോദിച്ചതോ വെച്ചിട്ട് ഇപ്പം ഈ അജു വർഗീസിന് ഇഷ്ടമില്ലാത്ത ആൾ, ഇപ്പം എല്ലാവരും ഇഷ്ടമാണെന്നല്ലോ, ഇല്ലാത്ത ആളുകൾ നാളെ ഇത് എടുത്തു കൊണ്ടുപോയിട്ട് ഇവൻ കളിയാക്കി. ഇപ്പം സോഷ്യൽ മീഡിയയുടെ ടൈമാണ്. ഇവൻ മമ്മൂട്ടിയെ കളിയാക്കി എന്ന് പറഞ്ഞൊരു 4 റീലും 2 മീമും ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അടുത്ത പരിപാടികൾ തുടങ്ങി. അജു വർഗീസിന് പിന്നെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. പിന്നെ കാര്യങ്ങൾ മാറും. അജു വർഗീസ് മമ്മൂട്ടിയെ കളിയാക്കിയ അജു വർഗീസ് അത് വീണ്ടും ഇങ്ങനെ പരന്ന് 10 ആളിലേക്ക് വീണ്ടും എത്തുമ്പോഴത്തേക്കും കളി ആകെ മാറും. പിന്നെ നേരിട്ട് മമ്മൂട്ടീനെ കളിയാക്കി അജു വർഗീസ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മാറും. അപ്പോൾ അത് നമുക്ക് ഏറ്റവും അറിയുന്ന ആളുടെ കയ്യിൽ നിന്ന് തന്നെ ആ സാധനം എടുത്താണ്ട് പുറത്തിടുമ്പോൾ അത് ഡെഫിനറ്റ്ലി അത് പ്രൊവോക്ഡ് ആവും. അതിൽ ഭയങ്കര ദേഷ്യം വരും. ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. അതിന് അഹങ്കാരമെന്നോ ബാക്കി കാര്യമെന്നോ അജു വർഗീസിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദാറ്റ്സ് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ എന്നുള്ളതേ എനിക്ക് പറയുള്ളൂ. ബട്ട് അവരുടെ ചാനലിനും ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ വ്യക്തിക്കും അത് അൺവാണ്ടഡ് അല്ല, അവർക്ക് അത് അവരുടെ കോണ്ടൻ്റാണ്. പക്ഷെ നമുക്ക് ഒരു തേർഡ് ഐ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അജു വർഗീസ് എന്ന് പറഞ്ഞ ആ വ്യക്തി ആരെ നേരിട്ടാണോ അത് ഷൂട്ട് ചെയ്യുക അയാൾക്ക് അടക്കം അത് ഒട്ടും താല്പര്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ് അവർക്കിപ്പോൾ ഓക്കെ ഇത് കളിയാക്കലാണ് എന്ന് തീരുമാനിക്കുന്ന അവരുടെ താല്പര്യമാണ്. അതുപോലെ ഹൈദർ എന്ന് പറഞ്ഞ വ്യക്തി ഇത് കളിയാക്കലാണ് എന്ന് തീരുമാനിച്ചു. അജു വർഗീസ് അയാളുടെ സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ചെയ്തൊരു കാര്യമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ മെജോറിറ്റിയിലൊപ്പം നിൽക്കുക, മെജോറിറ്റിയും അത് ആക്സെപ്റ്റ് ചെയ്താൽ ഇറ്റ്സ് എ ഫണ്ണി തിങ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ടോണിൽ പോവല്ലേ വേണ്ടേ. ഓക്കെ, ശരിക്കും അത് അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. ആ 50 മിനിറ്റ് ഇൻ്റർവ്യൂ ഒരു 30-32 മിനിറ്റ് വരെ ഒരു നല്ല അടിപൊളിയായിട്ട് ധ്യാനിനെ കുറിച്ച് പറയുന്നു, അജു വർഗീസിൻ്റെ ഇതിനെക്കുറിച്ച് അങ്ങനെ സിനിമേനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നൊരു സാധനത്തിന് നമുക്ക് ഒട്ടും ഇനി നമുക്കെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി ഈ ഒരു മമ്മൂട്ടി ക്വസ്റ്റ്യൻ വന്നതോട് കൂടിയിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ക്വാളിറ്റി, ഈ ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട പോലെ തോന്നി. അതായത് 2 ഇൻഡിവിജ്വൽസ് തമ്മിൽ ഇരുന്നിട്ടൊരു കച്ചാമൂച്ച അടിക്കുന്ന രീതിയിലുള്ളൊരു ഫീൽ അത് ഇൻ്റർവ്യൂവിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അൺഫോർച്ചുനേറ്റ്ലി അവരത് എന്ത് ചെയ്തു, അപ്പ് ചെയ്യുകയും ചെയ്തു. ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ സാധാരണ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. കാരണം 2 പേരും ഇനിയും കാണേണ്ടതും അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആളുകളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് മാറ്റും ചെയ്യും. പറയാനും പറ്റില്ല കേട്ടോ. ഇപ്പോൾ പല ഇൻ്റർവ്യൂസും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹുക്ക് സാധനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വൈറലാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് ആയിട്ടും ചെയ്യും. സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്ത സാധനങ്ങൾ പിന്നെ വെട്ടിക്കളയാൻ പറ്റില്ല. അത് അങ്ങനെ ഇടൂല ഇൻ്റർവ്യൂവിനകത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അജു വർഗീസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അയാളുടെ റിപ്ലൈയും കണ്ടിട്ട് ഒരു സ്ക്രിപ്റ്റിൻ്റെ എലമെൻ്റ് ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. എനിക്കും അജു വർഗീസിനോട് ചോദിച്ച ചോദ്യം വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നിയത്. ആൻഡ് അജു വർഗീസ് കൊടുത്ത റിപ്ലൈയും ആൻസറും ഏതൊരു പൊളിഞ്ഞിരിക്കുന്ന ആളും തിരിച്ചടിക്കുന്ന അടി തന്നെയാണ് തിരിച്ചടിച്ചത്.